ഹലോ വ്യൂവേഴ്സ്, മെയ്ഡ് ഇൻ കൊച്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ പറ്റുക. ഇവിടുത്തെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. ഫ്ലാറ്റ്മേറ്റ്സ്, ഗംട്രീ, ഡൊമെയിൻ, realestate.com.au അങ്ങനത്തെ 4 മെയിൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഫ്ലാറ്റ്മേറ്റ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കണ്ടുനോക്കാം. അപ്പോൾ ഇത് മെയിനായിട്ടൊരു ഓസ്ട്രേലിയൻ വെബ്സൈറ്റ് ആണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ യൂണി സ്റ്റുഡൻസും പിന്നെ വർക്ക് ഹോളിഡേ വിസയിലും വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഫോറിനേഴ്സ്, ഇവരാണ് കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓസികൾ യൂസ് ചെയ്യാറുണ്ട് ഇത്. ഇപ്പോൾ ഷെയർഡായിട്ട് അക്കോമഡേഷൻ ആണ് കൂടുതലും ഇതിനകത്ത് വരാറ്. പ്രൈവറ്റ് ആയിട്ടുള്ള ഹോംസ് അല്ല ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ സ്റ്റുഡൻറ് വിസയിൽ വരുന്ന സമയത്ത് നമുക്ക് ഒന്നാമത് ബഡ്ജറ്റും കുറവായിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ ഉള്ള ആൾക്കാരെയും നമുക്ക് പരിചയം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയുള്ള പർപ്പസിന് ഏറ്റവും നല്ല ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഫ്ലാറ്റ്മേറ്റ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ. നമുക്ക് ഈ സെർച്ച് റൂംസ് ആൻഡ് ഹൗസ് മേറ്റ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് 3 ടൈപ്പ് ഓപ്ഷൻസ് ഉണ്ട്: റൂംസ്, ഫ്ലാറ്റ്മേറ്റ്സ് ആൻഡ് ടീം അപ്സ്. അപ്പോൾ ഈ ഒരു കേസിൽ ഞാൻ റൂംസ് എടുക്കാം. എന്നിട്ട് സബർബ്, സിറ്റി, സ്റ്റേഷൻ അല്ലെങ്കിൽ യൂണി അടിക്കുക. അപ്പം ഞാനിവിടെ സിഡ്നി ആണ് കൊടുക്കുന്നത്, സിഡ്നി. എന്നിട്ട് ഞാൻ സെർച്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഏകദേശം 4000 സെർച്ച് റിസൾട്ട്സ് ഉണ്ട് സിഡ്നിയുടെ അണ്ടറിൽ. പല പല ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. 3 ബെഡ്റൂം വീടാണ്, 1 ബാത്റൂം, ഒരു പാർക്കിംഗ് സ്പോട്ടും ഉണ്ട്. ഇത് ഫ്ലാറ്റ് ഷെയറിലാണ്. മിക്കവാറും ഇത് ഒരു റൂം മാത്രമായിട്ടാണ് ഈ ഒരു റെന്റ് വരുന്നത്. കാരണം നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് പെർ വീക്ക് 380 to 440 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് പെർ വീക്ക്, ഇൻക്ലൂഡിങ് ബിൽസ് ആണ്. ഇൻക്ലൂഡിങ് ബിൽസ് എന്ന് പറയുമ്പോൾ മിക്ക കേസുകളിലും നമ്മൾ ഫ്ലാറ്റ് വേറൊരാൾക്ക് ആയിട്ട് ഷെയർ ചെയ്യുകയാണ് വരാറ്. അപ്പോൾ അടുത്ത പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഗംട്രീ ആണ്. ഇതാണ് ഗംട്രീയുടെ ഹോം പേജ്. ഇതിനകത്ത് ഈ കാറ്റഗറീസ് എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് റെന്റിന്റെ ഓപ്ഷനും കിടപ്പുണ്ടാവും. ഓക്കെ, അപ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഓപ്ഷന്റെ അണ്ടറിൽ നമുക്ക് പ്രോപ്പർട്ടി ഫോർ റെന്റ് അഥവാ റൂം ഷെയർ, ഫ്ലാറ്റ് ഷെയർ ആൻഡ് ഹൗസ് ഷെയർ, ഇത് കുറച്ചുകൂടെ ബ്രോഡർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഫ്ലാറ്റ്മേറ്റ്സിൽ കൂടുതലും റൂം ഷെയറും ഫ്ലാറ്റ് ഷെയറും ആണ് ഉണ്ടായിരുന്നത്. ഇത് ഇപ്പോൾ ഡയറക്റ്റ് നമുക്കൊരു പ്രോപ്പർട്ടി റെന്റിനും എടുക്കാം. അപ്പോൾ ഷെയർ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് ഞാൻ പ്രോപ്പർട്ടി ഫോർ റെന്റ് ആണ് ഇപ്പോൾ എടുക്കുന്നത്. ഇത് നമ്മുടെ ബഡ്ജറ്റും നമ്മുടെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് താമസിക്കാൻ താല്പര്യമുണ്ടോ, അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസിന് ഡിപ്പെൻഡന്റ് ആയിട്ട് വേണം നിങ്ങൾ നോക്കാനായിട്ട്. 10 കിലോമീറ്റർ റേഡിയസ് ഉള്ള സിഡ്നിയിലെ എല്ലാ പ്രോപ്പർട്ടി റെന്റിനുള്ളത് ഈ പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റഡ് ആയിട്ടുള്ളത് എല്ലാം ഇതിനകത്ത് കാണിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്പോൺസർഡ് ആയിട്ടുള്ള സംഭവം നമ്മൾ ഒഴിവാക്കുക എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കിടക്കുന്ന ലിസ്റ്റിംഗ് ഇതാണ്. ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു അപ്പാർട്ട്മെന്റ് ആണ്. 1 ബാത്റൂം 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റ്. 200 പെർ വീക്കാണ് ഇവർ ചോദിക്കുന്നത്. ചുമ്മാ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആ ലിസ്റ്റിംഗ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഫോട്ടോസ് എല്ലാ ലിസ്റ്റിങ്ങിലും കിടപ്പുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ചെറിയൊരു ലിവിങ് റൂമാണ്. ഇതിന്റെ വ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഗ്രൗണ്ട് ഫ്ലോർ അല്ല. ഇത് മിക്കവാറും ഇത് 2nd ഫ്ലോറോ 3rd ഫ്ലോറോ ആയിരിക്കും. ഇത് ഇതിന്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ വേറെ ഫോട്ടോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം വൃത്തിയുള്ള സ്പേസ് ആണെന്ന് തോന്നുന്നു. ബാത്റൂം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പുതിയ അപ്പാർട്ട്മെന്റ് ആണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ചെറിയൊരു സ്പേസ് ആണ് കണ്ടിട്ട്. ബെഡ്റൂമും കണ്ടിട്ട് ഇതുപോലെ തന്നെ അധികം ലാവിഷ് ആയിട്ടുള്ള സെറ്റപ്പ് ഒന്നും നിങ്ങൾ നോക്കരുത്. അതിനുള്ള റെന്റ് ഇവർ ചോദിക്കുന്നുള്ളൂ. 200 പെർ വീക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം $1100 വരുന്നുള്ളൂ മാസം. അതെന്ന് പറയുന്നത് നല്ലൊരു ഡീലാണ്. 7th ഫ്ലോറിലാണ് ഈ അപ്പാർട്ട്മെന്റ് ഇരിക്കുന്നത്. പിന്നെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആണ്. സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലിവിങ് റൂമും നമ്മുടെ ബെഡ്റൂമും കൂടെ ഏകദേശം ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് വരുന്നത്. അങ്ങനെ പാർട്ടീഷൻ പൊതുവെ ഉണ്ടാവാറില്ല. അതാണ് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിന്റെ അടുത്ത് അമ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ തൊട്ടടുത്താണ്. ഈ റെന്റിന്റെ ഒപ്പം തന്നെ വൈഫൈയും കോംപ്ലിമെന്ററി ആയിട്ട് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അവിടെയും നമുക്ക് ലാഭമുണ്ട്.
പിന്നെ ഒരു ചെറിയ TV ഉണ്ട് എൻ്റർടൈൻമെൻറ്റ്. പിന്നെ ഹൗസിൻ്റെ റൂൾസ് ആണ് പറയുന്നത്, സ്മോക്കിംഗ് പാടില്ല, പെറ്റ്സ് പാടില്ല, പാർട്ടീസോ ഇവൻറ്റ്സോ അങ്ങനെയൊന്നും നടത്താൻ പാടില്ല. പിന്നെ 24 hours സെൽഫ് ചെക്കിൻ ഉണ്ട്, അങ്ങനത്തെ ആക്സസും കാര്യങ്ങളും ഉണ്ട്, ബാത്റൂം. ഇപ്പോൾ കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാത്ത അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ലിസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ലിസ്റ്റിംഗ് കൂടെ നമുക്ക് തുറന്നു നോക്കാം. ഇതൊരു അപ്പാർട്ട്മെന്റ് ആണ്, 300 പെർ വീക്ക്. ഓക്കെ, നമുക്ക് വേറൊരു ഫീച്ചർ ഈ വെബ്സൈറ്റിലുള്ളത്, നമുക്ക് പ്രോപ്പർട്ടി റെന്റ് നമുക്ക് മാക്സിമം ലിമിറ്റ് ഇടാൻ പറ്റും. ഇപ്പം നിങ്ങളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 200 AUD നമ്മൾ ബഡ്ജറ്റ് ഇടുക എന്നുണ്ടെങ്കിൽ ആ ഒരു ലിസ്റ്റിംഗ് മാത്രമേ കാണിക്കത്തുള്ളൂ. ഗ്രാനി സ്റ്റുഡിയോ റൂം, ഇത് നല്ലൊരു ലിസ്റ്റിംഗ് ആണ്, നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ. പക്ഷേ ഈ ഒരു ലിസ്റ്റിങ്ങിൻ്റെ കുഴപ്പം എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം, ഫോട്ടോസ് ഇവരിട്ടിട്ടില്ല. ഫോട്ടോസ് ഇടാത്തതുകൊണ്ട് നമുക്കിതിപ്പോൾ സ്കാം ആണോ ഒറിജിനൽ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ ഇതിൽ കൊള്ളാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓണറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ സ്കാം എന്ന് നമുക്ക് ഇപ്പോഴും പറയാറായിട്ടില്ല. നമ്മൾ വിളിച്ചു നോക്കിയിട്ട് വേണേ ഒന്ന് പോയി കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് എന്താ ശരിക്കുള്ള ലിസ്റ്റിംഗ് ആണോ ഉടായ്പാണോ എന്നുള്ളത്. അപ്പോൾ അടുത്ത ഒരു ലിസ്റ്റിംഗ് നമുക്ക് തുറന്നു നോക്കാം. ഇത് ബെല്ലാവിസ്റ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. ഇത് നോർത്ത് വെസ്റ്റ് ബിസിനസ് പാർക്കിൽ നിന്ന് 750 മീറ്ററും നോർത്ത് വെസ്റ്റ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് 600 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ഷോപ്പിംഗ് സെൻറ്ററും ഉണ്ട് ഏകദേശം 1/2 കിലോമീറ്റർ ചുറ്റളവിൽ. പിന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് 3 പീപ്പിളാണ് ഷെയർ ചെയ്യുന്നത് ബാത്റൂം, പിന്നെ എക്സ്ട്രാ ടോയ്ലറ്റും ഉണ്ട് ഡൗൺ സ്റ്റേഴ്സ്. പിന്നെ ഈ ബില്ല് ഇൻ്റർനെറ്റുമായിട്ട് ഇൻക്ലൂഡഡ് ആണ്. വാട്ടർ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി ബില്ല് 3 ആൾക്കാരുടെ ഒപ്പം ഷെയർ ചെയ്യുമായിരിക്കും. പിന്നെ സ്ട്രീറ്റ് പാർക്കിങ്ങിലാണ് വണ്ടി നമ്മൾ ഇടേണ്ടി വരിക. പിന്നെ ഫോട്ടോസും കിടപ്പുണ്ട്, 5 ഫോട്ടോസ് ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഈ ഫോട്ടോസ് കണ്ടിട്ട് അത്യാവശ്യം പഴയ ഒരു ബിൽഡിംഗ് ആണെന്നാണ് തോന്നുന്നത്. ഇത് കിച്ചൺ ആണ്, ഓപ്പൺ കിച്ചൺ, ബാർ സ്റ്റൂളും ഒക്കെ വെച്ചിട്ട്. ഇത് ബെഡ്റൂം നമ്പർ 1 ആണെന്ന് തോന്നുന്നു. ഒരു ചെറിയ സ്റ്റഡി സ്പേസും ഉണ്ട്. വളരെയധികം ബേസിക് ആണ്, കാരണം ഇതിൻ്റെ റെന്റ് അത്രയ്ക്ക് ചീപ്പാണ്. ഓ ഓക്കെ, ബാത്റൂം ഭയങ്കര വിശാലമാണ് റെന്റിന്റെ എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ. വലിയൊരു ബാത്ത് ടബ്, കുളിക്കാനുള്ള സ്പേസ്, പിന്നെ ടോയ്ലറ്റ്, സിങ്ക്. ഓക്കെ, പുറത്തെ സ്പേസും സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്, നല്ല സ്പേഷ്യസ് ആണ്. പുറത്ത് രാത്രി അല്ലെ വൈകുന്നേരം സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും പിന്നെ എന്താ ബാർബിക്യോ ഗ്രില്ലൊക്കെ ചെയ്യാനായിട്ട് കണ്ടിട്ട് നല്ലൊരു സ്പോട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതും കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാത്ത ഒരു ലിസ്റ്റിംഗ് ആണെന്നാണ് തോന്നുന്നത്. അടുത്തത് നമുക്ക് realestate.com.au നോക്കാം. അപ്പോൾ ഗൂഗിളിൽ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഓസ്ട്രേലിയ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് വരും. ഇതാണ് വെബ് പേജിൻ്റെ ഏകദേശം ലുക്ക് ആൻഡ് ഫീല്. അപ്പോൾ ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്, ബൈ, റെന്റ്, പിന്നെ എത്ര പ്രോപ്പർട്ടീസ് വിറ്റിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ കുറേ ഇൻഫർമേഷൻ അറിയാൻ പറ്റും. നമുക്ക് മെയിനായിട്ട് റെൻ്റാണ് നോക്കേണ്ടത്. അപ്പോൾ റെൻറ്റിൽ ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പ്രസ്റ്റൻസ് ആണ്. അപ്പോൾ ഞാൻ പ്രസ്റ്റൻസ് ചുമ്മാ നോക്കാൻ പോവാണ്. അപ്പോൾ പ്രസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലം വിക്ടോറിയയിലും ഉണ്ട്, ഇത് മെൽബണിലാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലം പ്രസ്റ്റൻസ് ആണ്, എസ് വെച്ചിട്ട്. അപ്പോൾ ന്യൂ സൗത്ത് വെയിൽസ് ആണ്. അപ്പം നമ്മൾ ന്യൂ സൗത്ത് വെയിൽസ് എടുക്കുന്നു. എന്നിട്ട് ഈ ഓപ്ഷൻ എനേബിൾഡ് ആണ്, ഇൻക്ലൂഡിങ് സറൗണ്ടിങ് ഏരിയാസ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള സബേർബ്സും കൂടെ ഇതിനകത്ത് കാണിക്കും ഈ സെർച്ച് ചെയ്യുന്ന സമയത്ത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫും ചെയ്യാം. ഇപ്പോൾ യൂണിയുടെ തൊട്ടിപ്പുറ താമസിക്കണമെന്ന് ആൾക്കാരുണ്ടെങ്കിൽ ആ ഫീച്ചർ ഓഫ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പ്രൈസും നമുക്ക് ഫിൽറ്റർ ഇടാം, കാരണം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ പെർ വീക്ക് ഞാൻ ചാലഞ്ച് ചെയ്യാൻ പോവാം, 200 പെർ വീക്ക് എനിക്ക് ഉള്ള ലിസ്റ്റിംഗ് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ ആകെപ്പാടം 3 ലിസ്റ്റിംഗ് ആണ് ഇതിനകത്തുള്ളത്. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമാണ്, കാരണം റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കൂടുതലും ഷെയർഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ്സ് കാണിക്കാറുണ്ട്. ഉണ്ടെങ്കിൽ പോലും മാർക്കപ്പ് ചെയ്തിട്ടുള്ള പ്രൈസാണ് പൊതുവെ ആൾക്കാർ കാണിക്കാറ്. പിന്നെ ഏകദേശം 70-80% ആയിട്ടുള്ള ലിസ്റ്റിംഗ് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. അപ്പോൾ സ്റ്റുഡൻസിന് അധികം അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല ഇത്. പിന്നെ ഒരു റെഫറൻസ് എന്നുള്ള രീതിയിൽ ഞാൻ ഇത് കാണിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇത് കാർബോണി സ്ട്രീറ്റ് ലിവർപൂളിലാണ്. $180 പെർ വീക്കാണ്. ബോണ്ട് $720. നമ്മൾ ഒരു പ്രോപ്പർട്ടി ലീസിന് എടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശം 1 മാസത്തെ റെന്റ് നമ്മൾ ബോണ്ടായിട്ട് കൊടുക്കും. അതാണ് ഈ 720 ഫിഗർ വരുന്നത്. ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇതിലാകെപ്പാടെ ഒറ്റ ഫോട്ടോ ഇട്ടിട്ടുള്ളൂ. അത് അത്ര നല്ലൊരു ഇൻഡിക്കേഷൻ അല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഒന്നെങ്കിൽ വീട് കാണാൻ കൊള്ളത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഇവന്മാർ മടിയായിട്ട് ഇവന്മാർ വെക്കാത്തതാണ്. അപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന 1 bedroom ഷെയർഡ് അക്കോമഡേഷൻ, ഇതിൻ്റെ ഒപ്പം ബിൽഡ് ഇൻ വാർഡ്രോബ്, നമ്മുടെ തുണിയും കാര്യങ്ങളും ഒക്കെ ഇടാനായിട്ട് ഉള്ള വാർഡ്രോബ് അവിടെ അവൈലബിൾ ആണ്. പിന്നെ അതർ ഒക്യുപ്പൻസ് എന്ന് പറയുന്നത് മെയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്പെക്ഷൻ റിക്വസ്റ്റ് ചെയ്യാമെന്നാണ് ഇവർ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് വരുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് domain.com.au ആണ്. ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് domain.com.au എന്ന് പറയുന്ന ഈ വെബ് പേജിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് പോലെ തന്നെ പല പല ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ബൈ ചെയ്യാം, റെന്റ് ചെയ്യാം. ഇനി ഹൗസ് ആൻഡ് ലാൻഡ് പാക്കേജ് ആയിട്ട് നമുക്ക് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ വീഡിയോൻ്റെ പേർപ്പസിൽ നമുക്ക് റെൻ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പോലെ തന്നെ പ്രസിഡൻസ് അടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ന്യൂ സൗത്ത് വെയിൽസ് പ്രസിഡൻസ് ആണ് വേണ്ടത്. സജസ്റ്റഡ് ആയിട്ടുള്ള സബർബ്സ് ഇവിടെ കാണിക്കും. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനൊരു 4-5 സബർബ് അതിൻ്റെ അടുത്തുള്ളതും കൂടെ നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ സെർച്ച് അടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫിൽറ്ററിൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ പ്രൈസ് $200 പെർ വീക്കാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. കാരണം നമ്മൾ സ്റ്റുഡൻസ് ആണ്, ടൈറ്റ് ബഡ്ജറ്റ് ആയിരിക്കും. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള സ്പേസ് ആണ് എനിക്ക് കാണാൻ താല്പര്യം. ഓക്കെ, 200 പെർ വീക്കിന് ഒന്നും കുഴപ്പമില്ല. അപ്പം നമുക്ക് 350 പെർ വീക്ക് അടിക്കാം. ഓക്കെ, 350 പെർ വീക്കിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആദ്യത്തെ ലിസ്റ്റിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടിട്ട് ഒരു ഗ്രാനി ഫ്ലാറ്റ് ആയിട്ടാണ് തോന്നുന്നത്. അധികം പഴയതും അല്ല, ഇത് കണ്ടിട്ട് അത്യാവശ്യം നല്ലൊരു സ്പേസ് ആയിട്ടാണ് തോന്നുന്നത്. ഇത് ലിവിങ് റൂമാണ്. അവിടെ ഒരു ഓപ്പൺ കിച്ചണും പിന്നെ ലോണ്ടറി ആണ് നടുക്ക് കാണുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ ലിവിങ് റൂമിന്റെ സ്പേസ്. ഇത് സെയിം സ്പേസ് നമ്മൾ അപ്പറേ സൈഡിൽ നിന്നാണ് നോക്കുന്നത്. അപ്പോൾ ലിവിങ് റൂം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പ്ലിറ്റ് AC ഉണ്ട്. പിന്നെ കിച്ചൺ നമ്മുടെ ഏകദേശം ബാക്കിലായിട്ട് വരും, അഥവാ റൈറ്റ് സൈഡിൽ വരും. സെയിം ഫോട്ടോ. ഇത് ബെഡ്റൂമിന്റെ സ്പേസ് ആണ്. അപ്പോൾ ഒരു വാർഡ്രോബ് സ്പേസ് ഉണ്ട്. ഒരു വലിയ 2 മിറേഴ്സും ഉണ്ട് ആ വാർഡ്രോബിൻ്റെ ഒപ്പം. പിന്നെ ഇത് ബാത്റൂം ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒപ്പം ഷവറുണ്ട്. പിന്നെ സിങ്ക്, ബാത്റൂം, നമുക്ക് ടോയ്ലറ്റ് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സെയിം ഫോട്ടോ തന്നെ. സിങ്ക്, അതിൻ്റെ കണ്ണാടി കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ കൊള്ളാം. ഇത് കണ്ടിട്ട് ഒരു ചെറിയ സ്പേസ് ആണ്, 1 bedroom. പ്രൈവസി ഭയങ്കരമായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് സംഭവമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിലാണ് വരുന്നത് എങ്കിൽ പോലും നിങ്ങൾക്കൊരു വൈഫ് അല്ലെങ്കിൽ കൊച്ച് അങ്ങനെ ഫാമിലി ആയിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർഡ് ആയിട്ടുള്ള ഒരു സ്പേസ് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. 1 bedroom, ചെറിയ സ്പേസ് ആണ്, റെൻറ്റും കുറവാണ്, 350 പെർ വീക്കേ ഉള്ളൂ. ഒരു കാർ പാർക്കിംഗ് സ്പേസും ഉണ്ട് ഇതിൻ്റെ ഒപ്പം. കണ്ടിട്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ലിവർപൂൾ CBDയുടെ തൊട്ടടുത്ത് തന്നെയാണ്. അതുകൊണ്ട് ലൊക്കേഷൻ വൈസും വളരെയധികം നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഒരു ലിസ്റ്റിംഗ് കൂടെ നമുക്ക് തുറന്നു നോക്കാം. ഇത് ഒരു അപ്പാർട്ട്മെൻ്റ് ആണ്. കണ്ടിട്ട് ഇച്ചിരി പഴയതാണെന്ന് തോന്നുന്നു. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫോട്ടോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല പഴയ ഒരു അപ്പാർട്ട്മെൻ്റ് ആണ്. പക്ഷേ സ്പേഷ്യസ് ആണ് കേട്ടോ. ലിവിങ് റൂം നല്ല സ്പേസ് ഉണ്ട്. വുഡൻ ഫ്ലോർസ് ആണ് വരുന്നത്. ഈ വുഡൻ ഫ്ലോർസ് ഉള്ള അപ്പാർട്ട്മെന്റ് പൊതുവെ പഴയ ബിൽഡിങ്ങുകളാണ് കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഈ കണ്ടിട്ട് ബെഡ്റൂം ആണെന്നാണ് തോന്നുന്നത്. യെസ്, ഇത് ബെഡ്റൂം ആണ്. മെയിൻ റോഡിലേക്ക് നമുക്കൊരു വ്യൂ ഉണ്ട് ചെറുതായിട്ട്. പവർ ഔട്ട്ലെറ്റ്സ്, വെന്റിലേഷൻ. പിന്നെ ഇത് കിച്ചൺ സ്പേസ് ആണ്. അപ്പോൾ ഈ സ്റ്റൗ കണ്ടിട്ട് ഇൻഡക്ഷൻ ആണ്, നമ്മുടെ ഗ്യാസ് സ്റ്റൗ അല്ല വരുന്നത്. ഇൻഡക്ഷൻ ഹോട്ട് പ്ലേറ്റ് ആണ്. അപ്പോൾ കറണ്ട് വെച്ചിട്ടാണ് ഈ ഇത് വർക്ക് ചെയ്യുന്നത്. കിച്ചണിൻ്റെ സിങ്ക് ഉണ്ട്. പിന്നെ വർക്ക് ഏരിയ ഉണ്ട് ചുറ്റിനും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ലിസ്റ്റിങ്ങിൻ്റെ ഫോട്ടോസ് എന്ന് പറയുന്നത്. അഗൈൻ 350 പെർ വീക്കാണ് ചോദിക്കുന്നത്.
ഇത് യൂണിറ്റ് നമ്പർ 1-8 ചാർലി സ്ട്രീറ്റിലാണ്. ഇത് 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റും കൂടെയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വലിയ കുഴപ്പമില്ല, ഇത് അത്യാവശ്യം നല്ലൊരു ഇതാണ്. അപ്പം നമ്മൾ നേരത്തെ കണ്ട ഫോട്ടോസ് 2 ബെഡ്റൂം ആയിരുന്നു. ഒരേ ബെഡ്റൂമിൻ്റെ തന്നെ 2 ഫോട്ടോസ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് 2 ബെഡ്റൂം ആണ്. അപ്പോൾ കൊള്ളാം. ഇത് 350ക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു ഡീല് തന്നെയാണ് കേട്ടോ. 2 ബെഡ്റൂം സ്പേസ് കിട്ടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താണ് വരുന്നത്, ഓക്കെ, ഇതിൻ്റെ ടേംസും കണ്ടീഷൻസും ആണ് ഇവർ പറഞ്ഞേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആക്സസ് ലിവർപൂൾ CBD M5 M7 എന്ന് പറയുന്ന മോട്ടോർ വേസിന് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. ഒക്കെ കൊള്ളാം, നല്ലൊരു ഇതാണ്, ലിസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടേക്കുന്ന 4 പ്ലാറ്റ്ഫോമാണ് മെയിനായിട്ട് ഇവിടെ ഓസ്ട്രേലിയയിൽ യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ഇവിടെ ആദ്യമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു പ്രോപ്പർട്ടി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും ഞാൻ ഇതിൽ കുറച്ച് ഇൻഫോർമേറ്റീവായിട്ട് എനിക്ക് നിങ്ങളെ കറക്റ്റ് ഡയറക്ഷനിൽ എനിക്ക് പോയിന്റ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഇനിയും കണ്ടുപിടിട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഗുഡ് ബൈ.